പണ്ടാരോ നമ്മുടെ നാട്ടിൽ ജാതീയമായും വർഗീയമായും ഒരു അതിർരേഖയിട്ടിരുന്നു. ആ അതിർരേഖയ്ക്കപ്പുറത്തേക്ക് ലംഘിച്ചു പോയ ഒരു പടർന്നു പിടിച്ച ഒരു നാടിനെ ഞങ്ങൾ കേരളം എന്നാണ് വിളിക്കുന്നത്. ആ കേരളത്തിലുള്ളവർ ഉണ്ടാക്കിയെടുത്തൊരു ചിന്താഗതിയുണ്ട്, ഒരു സിദ്ധാന്തമുണ്ട്. ആ സിദ്ധാന്തത്തിനെ ഞങ്ങൾ വിളിക്കുന്നത് കേരളീയം എന്ന് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ മലയാളികളായി മാറി. ഈ നമ്മുടെ മലയാളത്തിനൊരു പാരമ്പര്യമുണ്ട്. എന്തിനേയും നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. അതാണ് നമ്മളുടെ മലയാളികളുടെ ഒരു ശീലം. നമ്മളുടെ സംസ്കാരവും ഒരു കലയും അങ്ങനെ എല്ലാം കൂടി ചേരുന്ന ഒരു സിദ്ധാന്തം തന്നെയാണ് കേരളീയം. അതുതന്നെയാണ് നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കേരളീയത്തിൽ നമ്മൾ വളരെയധികം അടുത്ത് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ കലയായിരുന്നാലും സംസ്കാരമായാലും അതിനെല്ലാം അപ്പുറത്തേക്ക് പോകുന്ന, ഇതൊന്നും നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത കുറേയധികം സംസ്കാരങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അതുതന്നെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ആദിമം എന്ന് പറഞ്ഞ പേരിൽ, അതായത് നമ്മുടെ ഗോത്രവർഗ സംസ്കാരം, അവരുടെ കലകൾ, അവരുടെ ജീവിത രീതികൾ, അവരുടെ ഭാഷ, അവരുടെ കലാരൂപങ്ങൾ തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഈ ഒരു കൊച്ചു കലാഗ്രാമത്തിനുള്ളിൽ ഇവർ ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. എൻ്റെ പേര് ചെമ്പങ്കോട് മണികണ്ഠൻ, ആദിവാസി കാണി ഗോത്ര മൂപ്പൻ. ഇദ്ദേഹം പനയോട്ടം പാണയം ഊരുമുപ്പൻ. ഇത് വട്ടപ്പങ്കാട് ഊരുമുപ്പൻ, ബാവുക്കാണി, ആനന്ദങ്ങാണി. ഇത് കാണിക്കാന്ന് ഉപയോഗിക്കുന്ന അമ്പും തെറ്റാരി എന്ന് പറയും, മൃഗങ്ങളെ വേട്ടാടാൻ വേണ്ടി. ഇത് പണ്ട് കാലങ്ങളിൽ ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചത്. ഇത് പണ്ടത്തെ ആൾക്ക് ഇതേ തിന്നുള്ളൂ, ഈ മുളക് തിന്നുള്ളൂ, എരിവുള്ള മുളക് തിന്നുള്ളൂ. ആഹാരം കഴിക്കാൻ മുളക് വേണം. ഇത് കപ്പ അവിച്ചിട്ടത്. ഇത് പറണ്ടയ്ക്ക എന്ന് പറഞ്ഞ ഒരു പയറുവർഗ്ഗത്തിൽ പറയണം. പറണ്ടയ്ക്ക ഒരു പയറുവർഗ്ഗത്തിൽ പറയണം. ഈ സാധനം ഇതിനകത്താണ് നിൽക്കുന്നത്, ഈ പയറിനകത്ത്. ഇത് 10,000-6,000 പഴങ്ങളുള്ള കുപ്പി, മൺകുപ്പി. ഈ കുപ്പിയിൽ അന്നത്തെ ആളുകൾ മണ്ണ് പിഞ്ഞാണ്. ഇതിലാണ് അന്ന് മണ്ണെണ്ണയൊക്കെ വാങ്ങുന്നത്. ഇത് കസ്തൂരി മഞ്ഞ. ഇത് മുഖങ്ങളിൽ സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടി അരച്ച് തേക്കുന്ന സാധനം. ഇത് കാപ്പി. ഇത് മലയിലേക്ക് കൊടുത്ത് നാടൻ കാപ്പിയിൽ മലയിലുള്ള കാപ്പിയാണ്. ഇത് കാരാമ്പാക്കെന്ന് പറയും. ഇത് കുറവനക്കൊല്ലി മുളകാണ്. ഭയങ്കര ചൂടാണ്. ഒരു 100 രൂപ മീനിനൊക്കെ ഇതിന് പാതി ഇട്ടാൽ മതി, അത്ര ചൂടാണ്. ഇത് കൂവക്കിഴങ്ങ്, മരത്തിലുള്ള കൂവക്കിഴങ്ങ്. ഇത് പാണ്ടിക്കൂവ അഥവാ മധുരക്കൂവ എന്ന് പറയുന്ന സാധനമാണ്. ഇത് ചെറുകിഴങ്ങ് അല്ലെങ്കിൽ നനകിഴങ്ങെന്ന പല സാധനമാണ്. ഇത് വനത്തിലെ ഒരു പുതിയ വാഴയില കൂമ്പാണ്. ഇത് വളം ചേർന്നല്ല. ഇത് നാഴി വന്ന് അരികൾ അളക്കുന്ന നാഴിയാണ്. ഇത് ആദിവാസി കാണി ഗോത്ര മൂപ്പന്മാരുടെ ക്ഷേത്രങ്ങളിൽ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാറ്റുപാട്ട് ഉപയോഗിക്കുന്ന കൊക്കര സാധനമാണ്. ഇത് ഞാനാണ് വായിക്കുന്നത്. ചാറ്റുപാട്ട് അരമ്പാട്ടെന്നും പാടിത്തലയെന്നും കൊക്കരപ്പാട്ടെന്നും കളമുറിക്ക് പാട്ടെന്നും പറയും. ചാറ്റുപാട്ട് പാടാൻ വേണ്ടി 3 ആൾക്കാരും 2 പരികർമ്മിയരും വേണം. അപ്പോൾ ഞങ്ങളിപ്പോൾ 4 പേര് ഇരിക്കുകയാണ്. ഇത് രാത്രി 7 മണിക്ക് ശേഷമാണ് പാടാനുള്ളത്. ഇത് വിളക്കം തിരനാഴി വച്ചൊരിക്കലാണ് പാട്ട്. ഇത് ചിലവുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു മിനിറ്റ് ഞങ്ങൾ പാടി കേൾപ്പിച്ചില്ല. ജനിപ്പിച്ച ചന്ദ്രമ്മ വാഴുക, പിറപ്പിച്ച സൂര്യമ്മ വാഴുക, മേരുമങ്ങാനം വാഴുക. ഇന്നും പോരണേതോ മറ്റേരകേതേ പിള്ളേരകേത് പോരണേതോ പോരണേതോ പറയണകേതേ പൂരണേതൊരു പൂരണേതേ വരത്തകേരേ പുണ്ടനകേ പുരുപൂരുണ്ടകാര പോരണകേതേ പോരണാത തിരപ്പകിണി മരണങ്ങള തേരത്തു പോരണാതോ ഒന്നിലും കുറയരുത് ഉത്തരവാദ പരതേ
പോരാളെ എൻ്റെ പിള്ളകളെ പോരട്ടെ ആരാവാര വണ്ടി വിടത്തെ ആരാവാരം പോരാളെ ഒരെണ്ണിതമേ ഇത്തിരി ഇപ്പോ നേരം താരം എണ്ണി ഇരുന്നൂറെണ്ണിതമേ എണ്ണി ഇരുന്നൂറെണ്ണിതമേ ഇത്തിരി ഓരോ പോരാളെ പാമ്പിന് തീളിയിലോല ചൂടുന്ന പാമ്പിനെയും കണക്കാന് പോരണത് അതിന്റെ തീരെ തമ്പുരാനും നീ പോരണത് പോരണത്. ചാറ്റുപാട്ട് പാടുന്നതിന് 3 ആൾക്കാർ വേണം. ഒരു മന്ത്രപ്രാപ്തി, 2 ജൂനിയർ പ്രാപ്തി, സീനിയർ പ്രാപ്തിക്ക്. ചാറ്റുപാട്ട് തമിഴും മലയാളം കലർന്ന ഭാഷയിലാണ് പാട്ട് പാടുന്നത്. അപ്പോൾ നമ്മൾ പാടിയത് മലയാളമാണ്. ഇത് ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മലദൈവങ്ങളെ ശുദ്ധീകരിക്കുന്നതിനും മരിച്ച ആൾക്കാരെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിനും വേണ്ടിയാണ് ചാറ്റുപാട്ട് നടത്തുന്നത്. ചാറ്റുപാട്ട് ദേവത എന്ന് പറയുന്നത് അഗസ്ത്യ മുനിയാണ്. ചാറ്റുപാട്ട് രാത്രി 7 മണിക്ക് ശേഷം തുടങ്ങുള്ളൂ. ഒരു കാലം പാട്ട് 1.5 മണിക്കൂർ 45 മിനിറ്റ് പോലെ 1.5 മണിക്കൂർ ഒരു കാലം പാടണം. അത് പാടണം. മാടൻ, മറുത, തമ്പുരാട്ടി എന്നിവരെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയും ചാറ്റുപാട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ആദിമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദിമത്തിൻ്റെ ഗോത്ര വർഗ വിഭാഗങ്ങളെ നമുക്ക് നേരിട്ട് കാണാം, അവരുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ അങ്ങനെ ആദ്യം നമ്മൾ കാണുന്നത് കാണി എന്ന സമുദായത്തെയാണ്. അവർ ഗോത്രവർഗത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമുദായം തന്നെയാണ്. അവരുടെ വന്നിട്ട് അഗസ്ത്യാർകൂട മേഖലയുടെ താഴ്വാരങ്ങളിൽ കാണുന്ന ഒരു ആദിവാസി വിഭാഗമാണ് ഈ കാണി സമുദായം. അവർക്ക് അവരുടേതായ സംസ്കാരങ്ങളും അവരുടേതായ പാട്ടുകളും അവരുടേതായ കലാരൂപങ്ങളും അവരുടേതായ ഈ ഉപകരണങ്ങളും അങ്ങനെ ഒക്കെ തന്നെയാണ്. അവരുടേതായ ചില ആരാധനാക്രമങ്ങൾ പോലുമുണ്ട്. അപ്പോൾ അവരുടെ സംസ്കാരത്തെക്കുറിച്ചും അവരുടെ ആഹാര രീതികളെക്കുറിച്ചും അവർ ഉപയോഗിക്കുന്ന വസ്തുക്കളെക്കുറിച്ചും ഒക്കെ നമുക്ക് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. പത്തനംതിട്ട ജില്ലയുടെ ഒരു സംസ്കാരമാണ് കാവുകൾ, അതായത് പടയണിക്കാവ്. അവിടെ ഒരു ആചാരം, ഒരു കലയെ തന്നെയാണ് പടയണി എന്ന് പറയുന്ന ഒരു കലാരൂപം. അപ്പോൾ ഇവിടെ കാവുകൾ എങ്ങനെയാണ് നമ്മുടെ കാവുകളെ സംരക്ഷിക്കേണ്ടത്? പലപ്പോഴും കാവുകൾ എന്ന് പറയുന്ന ഒരു വലിയൊരു ആവാസ വ്യവസ്ഥയാണ്. നിരവധി ജീവജാലങ്ങൾ, സസ്യങ്ങൾ, ജല സംരക്ഷണം തുടങ്ങി അങ്ങനെ ഒട്ടേറെ അറിവുകളാണ് കാവുകളിൽ നിന്ന്, അല്ലെ കാവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ നിരവധിയായ ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറ കൂടിയാണ് കാവുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, നിരവധി നിരവധി ഇഴജന്തുക്കൾ, അങ്ങനെ നിരവധി വസ്തുക്കളാണ് അല്ലെങ്കിൽ ജീവി വർഗമാണ് നമ്മുടെ ഓരോ കാവുകളിലുമുള്ളത്. അപ്പോൾ കാവിനെ സംരക്ഷിക്കുക, ആ കാവിനൊരു ദേവതയെ സങ്കല്പിച്ചു കൊടുക്കുക തുടങ്ങി നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പടയണി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു കലാരൂപം. പടയണി എന്ന് പറയുന്നത് ദേവീക്ഷേത്രങ്ങളിൽ നടന്നു വരുന്ന കലാരൂപമാണ്. ദാരുകാസുര വധത്തിനോടനുബന്ധിച്ച് കോപാക്രാന്തയായ ദേവിയെ ശിവനും ഭൂതഗണങ്ങളും കൂടി കോലം കെട്ടി ആടി ശമിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യം. അത് ഭൈരവി. ഇത് പക്ഷി, ഇത് പക്ഷിക്കോലം, ഇത് ഗണപതി കോലം, ഇത് യക്ഷിക്കോലം, ഇത് തള്ളമറുതം. കോലങ്ങൾ നിർമ്മിക്കുന്നത് നമ്മൾ പച്ചപ്പാള കവുങ്ങിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അത് ചെത്തി അതിൻ്റെ വെള്ളയിലാണ് വരയ്ക്കുന്നത്. പിന്നെ പച്ചയുള്ളത് അതിൻ്റെ തന്നെ പച്ച, പിന്നെ കുരുത്തോല. കളറുകാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരി എന്ന് പറയുന്നത് മാവില കരിച്ച് അരച്ചെടുത്ത കരി. പിന്നെ ചെങ്കല്ലാണ് ചുവപ്പ്, ചെങ്കല്ല് അരച്ച് എടുത്തതാണ് ചുവപ്പ്. പിന്നെ മഞ്ഞൾ അരച്ചെടുത്തതാണ്. ബാക്കിയൊക്കെ നാച്ചുറലായിട്ടുള്ള കളറുകളാണ് എല്ലാം. ബ്രഷ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഈ കുരുത്തോലയുടെ തന്നെ മടൽ ചെത്തി ബ്രഷ് ഉണ്ടാക്കി അവത്തിലാണ് എഴുതുന്നത്. അത് വെച്ചാണ് ചെയ്യുന്നത്.
ഇടുക്കി കുമളി പളിയക്കുടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ നൃത്തത്തിൻ്റെ കലാരൂപത്തിൻ്റെ പേര് എന്ന് വെച്ചാൽ വെള്ളയാങ്കാണി പളിയ പരമ്പരാഗത നൃത്തമാണ്. എന്തൊക്കെയാണ് ഈ വേഷത്തിൻ്റെയും പ്രത്യേകതകൾ, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? വസ്തുക്കൾ ഇത് ഇഞ്ച എന്ന് പറയും. ഇഞ്ച ഇത് മുരുക്കിൻ്റെ തടിയില്ല, നമ്മൾ കുരുമുളകൊക്കെ കയറ്റിവിടുന്ന മുരുക്കില്ലേ, അതിൻ്റെ ഇതാണ്. ഇത് നമ്മൾ ഡാൻസും നമുക്കുണ്ട്, ഡാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള 2 അടികമ്പാണ് ഇത്. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ഇതിൻ്റെ പേര് നഗര എന്ന് പറയും. നഗര. അത് ജമ്പ. നമ്മൾ ഇനി മുളവാദ്യമുണ്ട്, ഉറുമിയുണ്ട്, ഉടുക്കിയുണ്ട്. പ്രധാനപ്പെട്ട ഒരു കലാരൂപം എന്താണ് നിങ്ങളവിടെ പെർഫോം ചെയ്യുന്നത്? ഡാൻസ്, ട്രൈബൽ ഡാൻസ്, വെള്ളയാങ്കാണി പളിയ പരമ്പരാഗത നൃത്തം. അതാണ്. അപ്പോൾ ഈ തൂവല് അതുപോലെ പിന്നെ ഈ വേഷങ്ങളെല്ലാം തന്നെ അതിൻ്റെ തന്നെയാണോ? അതിൻ്റെ തന്നെയായിരുന്നു. നമ്മൾ ഇതിനു മുന്നേ ഞങ്ങളുടെ മുത്തശ്ശൻ ചെയ്യുമായിരുന്നു, എന്നിട്ട് ഞങ്ങളുടെ അച്ഛൻ ചെയ്യുമായിരുന്നു നൃത്തം. കലാരൂപം മുത്തശ്ശൻ ചെയ്യുമായിരുന്നു, അത് കഴിഞ്ഞ് അച്ഛൻ ചെയ്യുമായിരുന്നു, അച്ഛൻ കഴിഞ്ഞ് ചേട്ടൻ ചെയ്യുമായിരുന്നു, ഇപ്പം ഞാൻ ചെയ്യുന്നു. ഇതിങ്ങനെ തലമുറയായിട്ട് കൈമാറി ചെയ്യുന്നു. ഒരു കലാരൂപം ഏതെങ്കിലും ദേവി പ്രീതിക്കായി? ദേവി ഏളാത്തി പളിച്ചമ്മ എന്ന് പറയും. ഏളാത്ത് പളിച്ചമ്മ എന്ന് പറയും. ആ ദേവി പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ച്. നമ്മൾ കൃഷി ചെയ്തിട്ട് വിളവെടുക്കുന്ന സമയത്ത് കൃഷി പണി ചെയ്യുന്ന ആർക്കും മടുപ്പ് തോന്നാതിരിക്കാൻ ഡാൻസ് കളിച്ച് പാട്ട് പാടി ആ ഒരു കലാരൂപമാണ് ഇത്. അതിനൊക്കെ ഉപയോഗിക്കുന്നത് ഈ വാദ്യോപകരണം ഇതിൻ്റെ പേര് നഹര. ഇത് മൊത്തത്തിൽ രണ്ട് ഒന്നിച്ച് നഹര എന്ന് തന്നെ പറയും. ഈ 2 എണ്ണം കൂടെ ചേരുന്നതാണ് ഒരു സെറ്റ് അല്ലേ? സെറ്റ്. കിരീടം എന്താ പറയുക, അത് പ്രത്യേകിച്ച് പേര് വല്ലതും ഉണ്ടോ? അല്ലല്ല, നമ്മൾ ഈ കോസ്റ്റ്യൂമിൻ്റെ കൂടെ ഫുള്ളായിട്ട് വരുന്നത് ഒരു ഡാൻസിൻ്റെ ഫുൾ ഇതായിട്ട് വരും. ഈ സാധനങ്ങളൊക്കെ ഈ കഴുത്തിൽ കിടക്കുന്ന മാല ഇത് ഈറ്റ കൊണ്ടുണ്ടാക്കിയതാണ്. ഇത് തള്ളാങ്കൊട്ട എന്ന് പറയും, ഞങ്ങൾ പറയും. ഇതിൻ്റെ പേര് ചൂടുക എന്ന് പറയും മലയാളത്തിൽ. മരത്തിൻ്റെ മരത്തിൻ്റെ കായ. നമ്മൾ ഇതും മുരുക്കിൻ്റെ തടി തന്നെയാണ്. പിന്നെ ഇത് ചൂല് കൊണ്ട് ചെയ്തതാണ്. ഇത് നമ്മൾ ചൂല് ഇതിൻ്റെ അകത്ത് ഈർക്കിളി നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ വളച്ച് വെച്ചിട്ട് അതിനെ മണ്ട ചരട് ചുറ്റി സെറ്റ് ചെയ്തെടുക്കുന്നത് കാലിലിടാൻ വേണ്ടി. ഇതിന് പറയുന്ന പേര് തള. തള.
ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ മാവലി സമുദായത്തിൽപ്പെട്ട ആളാണ്. ഞങ്ങളുടെ തനത് കലാരൂപം മംഗലം കളി, അതുപോലെ തന്നെ എരുതുകളി എന്നിവയാണ്. ഭാഷ തുളു മലയാളം ചേർന്ന മർക്കിടി ഭാഷയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ഈ മാവലി സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉള്ളത്. ഏകദേശം 16,000 ചില്ലാൻ ആളുകളെ ഈ മാവലി വിഭാഗത്തിൽ ഉള്ളൂ. ഞങ്ങൾ ആരാധന എന്ന് പറഞ്ഞാൽ ആരാധനാലയത്തിന് പതി എന്നാണ് പറയുന്നത്. അതിൽ പഞ്ചുരുള്ളി, കരിഞ്ചാമണ്ടി എന്നീ മറ്റു കുറച്ച് ദൈവങ്ങളെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. മംഗലം കളി കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു കളിയാണ് മംഗലം കളി. അതുകൂടെ തന്നെ എരുതുകളി, പിന്നെ വർഷവും തുലാപ്പത്തിന് ആണ് ആ എരുതുകളി ആരംഭിക്കുന്നത്. തുലാപ്പത്തിന് ആരംഭിച്ച് ഏകദേശം ആ മാസം അവസാനിക്കുമ്പോൾ ആ കളിയും തീരും. പിന്നെ അടുത്ത വർഷമാവണം തുലാപ്പത്താവണം. അതുകൊണ്ടാണ് എരുതുകളി പണ്ട് കാളയുമായി ബന്ധപ്പെട്ട കൃഷിക്ക് ഉപയോഗിക്കുന്ന കാളയെ സുബ്രഹ്മണ്യം ക്ഷേത്രത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഭാഗമായി ഇടയ്ക്ക് വെച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് ആ കാളയെ നഷ്ടപ്പെടുകയുണ്ടായി. ആ കാളയെ നഷ്ടപ്പെട്ട് എടുപ്പോൾ പിന്നെ ആ കാളയെ തിരിച്ച് കിട്ടിയാൽ, ആ കാളയ്ക്കൊന്നും പറ്റാതെ തിരിച്ച് കിട്ടിയാൽ എല്ലാ മാസവും 10-ാം തീയതി തുലാപ്പത്തിന് കാളയെ കെട്ടി ഞങ്ങൾ ഊരു ചുറ്റുമെന്നാണ് ഒരു പ്രാർത്ഥന നൽകുകയും ചെയ്തു. പക്ഷേ ആ കാളയ്ക്കൊന്നും പറ്റാതെ കാളയെ തിരിച്ച് കിട്ടുകയും പിന്നെ ആ കാളയെ എല്ലാ വീടുകളിൽ കയറിറങ്ങി അത് കാളയെ കൊണ്ടുപോകും, കാള കെട്ടി കൊണ്ടുപോകും. കാള അതിൻ്റെ അകത്തുണ്ട്, പ്രസിഡന്റ്. ആജോ ലേ 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 ലാജോ മൈല ദിക്കയാ ഉള്ള ഇളപ്പുകയാ ഇയമാജോ ആജോ ലേ 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 ലാജോ മൈല ദിക്കയാ ഉള്ള ഇളപ്പുകയാ ഇയമാജോ ആജോ ലേ 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 ലാജോ മൈല ദിക്കയാ കൊക്കു തുടങ്ങുലതെത്തോണ്ട് വല്ല ഇയമാജോ ആജോ ലേ 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 ലാജോ മൈല ദിക്കയാ കൊക്കു തുടങ്ങുലതെത്തോണ്ട് വല്ല തേയ്പാത്തേ തേയ്പാത്തേ ലേലേ ചോമ ലേലേ ചോമ ലേലം പാട്ട് പാടുന്നേ ലേലേ ചോമ ലേലേ ചോമ ലേലം പാട്ട് പാടുന്നേ ലേത് കൊണ്ട് ലേത് കിട്ട് പട്ടം കെട്ടുന്നു ഏത് കൊണ്ട് ഏതേത് കൊണ്ട് ലേലം പട്ടം കെട്ടുന്നു ലേലേ ചോമ ലേലേ ചോമ ലേലേ പാടുന്നേ ലേലേ ചോമ ലേലേ ചോമ ലേലം പാട്ട് പാടുന്നേ. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത്. പട്ടയക്കുടിയാണ് ഞങ്ങളുടെ സ്ഥലം. പിന്നെ വണ്ണപ്പുറം പഞ്ചായത്ത്, തൊടുപുഴ താലൂക്ക്. അവിടെ ഞങ്ങളുടെ സങ്കല്പത്തിലതല്ല, ഇത് ഞങ്ങളുടെ ഓർജിനൽ ദുർഗാദേവി അമ്മയാണ് അവിടെ ഇരിക്കുന്നത്. ശിവനുണ്ട്, മഹാദേവൻ, അങ്ങനെ എല്ലാം ഞങ്ങളുടെ കാരണന്മാരെ കാലം തൊട്ട് കണ്ടെടുത്താണ്. ഓർജിനൽ അമ്പലം തന്നെയാണത്. അത് ഞങ്ങളിവിടെ ഒരു സങ്കല്പമായിട്ട് ഇവിടെ വെക്കുന്നുള്ളൂ. ഞങ്ങളുടെ അമ്മയെ ദാനിച്ചു കൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ച്. ഞങ്ങളുടെ ഉരാളിയാണ്, പട്ടയക്കുടിയിലാണ് താമസം. ഞങ്ങളുടെ ഈ കലാരൂപം ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോവുകയും അവരെല്ലാം ഞങ്ങളെ അനുകൂലിക്കുകയും എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ഞങ്ങളുടെ ഉരാളിക്കൂത്ത്, ആട്ടവും പാട്ടും കളിയാട്ടവും ഉരാളിക്കൂത്താണ് ഞങ്ങൾക്ക്. എനിക്കിപ്പോൾ ഞാൻ 7 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ ചേട്ടത്തിയും അനിയത്തിയും ഒക്കെ ആണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ മത്തളം, ചാലറ, പിന്നെ കിന്നീരം. ഇതാണ് ഞങ്ങളുടെ കിന്നീരം എടുത്ത് കാണിക്കാം. ചാലറ അവിടെ ഉള്ളിലിരിപ്പുണ്ട്. ഇതടിക്കും. വാദ്യോപകരണങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. കിന്നീരം, ചാലറ, മത്തളം, കാലിച്ചിലങ്ക കെട്ടി ഞങ്ങളിങ്ങനെ ഈ വേഷമല്ല, ഞങ്ങൾക്ക് വേറെ വേഷമുണ്ട്. ഇത് ഞങ്ങൾ പിന്നെ പണ്ട് കാരണന്മാർ ചായയൊക്കെ ഇല്ലാത്ത സമയമാണ് അന്ന് വെള്ളം കുടിക്കാനും. പിന്നെ ഇത് വെള്ളം കുടിക്കുന്ന പിന്നെ ഈറ്റക്കുമ്പം, ഇത് അരി അളക്കുന്ന വലിയ ഒരു കുമ്പം, ഇത് നാഴി, ഇത് ഇടിക്കുമ്പം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് ഇടിക്കുമ്പം. ഇത് പിന്നെ തെള്ളി, ഇതിൻ്റെ അകത്തിരിക്കുന്ന കല്ലുവാഴയുടെ കുരു, ഇത് നാടൻ ഏലക്ക, ഇത് കാട്ടിഞ്ചി, ഇത് ഞങ്ങൾ കാരണന്മാർ മുറുക്കുന്ന നാരിൻ്റെ പിന്നെ അടിവശമാണ് വെറ്റിലേക്ക് പകരം.
ഇത് ഞങ്ങൾ ആദ്യം തിന്നുന്ന കിഴങ്ങാണ്. ഇത് ന്യൂറോൺ കിഴങ്ങ്, പിന്നെ പാറക്കിഴങ്ങ്, കാട്ടുകിഴങ്ങ്, മക്കും ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം. ഇതാണ് കൊത്തിത്തോക്ക്. ഇതിൻ്റെ ഇങ്ങനെ എടുത്ത് ഞങ്ങളുടെ കാരണന്മാരുടെ കാലത്തിൽ പിള്ളേർ പിന്നെ ഇട്ടേച്ച് പോകുമ്പോഴേ കാരണന്മാർ ഇത് കൊടുത്തിട്ട് പോകും ഇങ്ങനെ എന്നെ കരയാതിരിക്കാൻ വേണ്ടി. അന്നേരം പിള്ളേർ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കും. കല്ലല്ല, ഒരു കമ്പ വയ്ക്കുക. കല്ലും വയ്ക്കാം, കമ്പും വയ്ക്കാം. അത് ആശം കാണിച്ചു തരും മുകളിലോട്ട്. ഇങ്ങനെ അന്നേരം കമ്പ് അങ്ങോട്ട് പോകും തെറിച്ച്. കല്ലാണെങ്കിലും പോകും. ഇത് കൊത്തിത്തോക്ക്. ഇതാണ് തേങ്കുമ്പം. വെള്ളക്കുമ്പം വെള്ളം മുകളിൽ അവിടെ ഇരിക്കുവാണ് ഉള്ളിൽ. ഇത് തേങ്കുമ്പം. തേൻ അതിലൊഴിച്ചിട്ട് അടപ്പ് അതിലേക്ക് വെക്കും. തേനും തോളത്തിട്ടും കൊണ്ട് കാട്ടിൽ പോയി തേൻ എടുത്തുകൊണ്ട് വന്ന് അവിടെ വന്ന് കുത്തുവെക്കാരെടുക്കും. ഞങ്ങൾ പറഞ്ഞാൽ അന്ന് കുത്തുവെക്കാരെന്ന മുതലാളിയാണ് വന്നെടുക്കുന്നത്. ഇങ്ങനെ കച്ചവടക്കാർ കുത്തുവെക്കാരെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ആൾക്കാർ വന്ന് കച്ചവടക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകും. ഒരു തുച്ഛമായ വില കിട്ടും. ചിലപ്പോൾ 5 രൂപ, ചിലപ്പോൾ 2 രൂപ തേനിന്. അത്രയ്ക്ക് അന്നത്തെ കാര്യത്തിൽ. ശങ്കരാമോ കാമ്പാ നല്ലതൊരു ചാരിതാനോ എങ്ങേടീനപറ്റി പെണ്ണങ്ങേടെ. കാമ്പാ നല്ലതൊരു ചാരിതാനോ എങ്ങേടി പറ്റി പെണ്ണങ്ങേടെ. തിന്തിനിക്കും താനേ നാനേ തനേ താനേ താനേ നാനേ. തിന്തിനിക്കും താനേ നാനേ തനേ താൻ നാനേ നാനേ. നല്ല മുള്ളി പാവാട ചുറ്റി കെട്ടി ഞങ്ങളീനെ പറ്റി പെണ്ണങ്ങേടെ. നല്ല മുള്ളി പാവാട ചുറ്റി കെട്ടി ഞങ്ങളീനെ പറ്റി പെണ്ണങ്ങേടെ. തിന്തിനിക്കും താനേ നാനേ തനേ താനേ താനേ നാനേ. തിന്തിനിക്കും താനേ നാനേ തനേ താനേ നാനേ. തണ്ണിക്കുടം തലയിലും വെച്ച് ഞങ്ങളീനെ പറ്റി പെണ്ണങ്ങേടെ. തണ്ണിക്കുടം തലയിലും ഞങ്ങളീനെ പറ്റി പെണ്ണങ്ങേടെ. ചിന്തിനി ചിന്താനേ നാനേ തനേ താനേ താനേ നാനേ. ചിന്തിനി ചിന്താനേ തനേ താനേ നാനേ നാനേ. മുറകി കെട്ടു തലയിലും വെച്ച് ഞങ്ങളീനെ പറ്റി പെണ്ണങ്ങേടെ. വിറകി കെട്ടു തലയിലും വെച്ച് ഞങ്ങളീ ഞങ്ങളെ. ചിന്തിനി ചിന്താനേ നാനേ തനേ താനേ താനേ നാനേ. ചിന്തിനി ചിന്താനേ തനേ നാനേ നാനേ നാനേ. കൂട്ടം കൂട്ടമായി കൂടിക്കൊണ്ട് ഞങ്ങളീനെ പറ്റി പെണ്ണങ്ങളെ. കൂട്ടം കൂട്ടമായി കൂടിക്കൊണ്ട് ഞങ്ങളീനെ പെണ്ണങ്ങളെ. ചിന്തിനി ചിന്താനേ നാനേ തനേ താനേ താനേ നാനേ. ചിന്തിനി ചിന്താനേ തനേ താനേ നാനേ നാനേ. ചിന്തിനി ചിന്താനേ നാനേ തനേ താനേ താനേ നാനേ. ചിന്തിനി തനേ താനേ താനേ നാനേ. പൂവും പൂക്കളം ചാർത്തിക്കൊണ്ട് ഞങ്ങളീനെ പറ്റി പെണ്ണങ്ങളെ. പൂവും പൂക്കളവും ചാർത്തിക്കൊണ്ട് ഞങ്ങളീനെ പറ്റി പെണ്ണങ്ങ. ചിന്തിനി തനേ നാനേ തനേ താനേ താനേ നാനേ. ചിന്തിനി ചിന്താനേ നാനേ തനേ താനേ നാനേ നാനേ. തെരിയണത്താ തെയ്യത്താ ചിത്തരിയണ തെയ്യത്താ. നമ്മളിതെല്ലാം കണ്ടല്ലോ. നമ്മുടെ ആദിമം എന്ന ഈ ഒരു ആദിവാസി ഊരുകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആദിവാസി ഊരുകളെക്കുറിച്ച് ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു താളമുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ താളം പോലെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു താളമാണ് അതിൻ്റെ എല്ലാം തന്നെ. നമ്മൾ ഈ കണ്ടതൊക്കെ ഒരു വലിയ വിഭാഗത്തിൽ നിന്നുള്ള ചെറിയ ചെറിയ അടരുകൾ മാത്രമാണ് നമ്മൾ ഈ കണ്ടതൊക്കെ. ഇങ്ങനെ ഇതിൽ നിന്നൊക്കെ എത്രയോ വലിപ്പമുള്ളതാണ് നമ്മുടെ ഗോത്രവർഗ സംസ്കാരം എന്ന് പറയുന്നത്. ഗോത്രവർഗത്തിൻ്റെ താളം ഇതിലൊക്കെ എത്രയോ മഹത്തരമാണ്. എത്ര ഗാനങ്ങൾ, എത്രയെത്ര താളങ്ങൾ, അവയെല്ലാം അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന വളരെ മനോഹരമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം തന്നെ. അപ്പോൾ ഈ കേരളീയം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു
ഫെസ്റ്റ്, ഈ ഒരു ഉത്സവം നമ്മളെ കാണിച്ചു തരുന്നതും ഇതൊക്കെ തന്നെയാണ്. നമ്മൾ കാണേണ്ടതും ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ശരിക്കും ഇവരുടെയൊക്കെ ജീവിതം തൊട്ടറിയുക തന്നെ വേണം. അവരിലൂടെ, അവരുടെ കലാരൂപങ്ങളിലൂടെ, അവരുപയോഗിക്കുന്ന വാദ്യരൂപങ്ങളിലൂടെ, വാദ്യ കലകളിലൂടെ, അവരുടെ പാട്ടുകളിലൂടെ, അവരുടെ ശബ്ദങ്ങളിലൂടെ, അവരുടെ സംസ്കാരങ്ങളിലൂടെ, അവരുടെ ആഹാരങ്ങളിലൂടെ എല്ലാം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം നിരന്തരം. അതിനുള്ള ഒരു തുടക്കമാകട്ടെ ഈ കേരളീയം 2023.